ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ഈസിയാണ്. ഇതിന് മുന്നേ ഞാനൊരു ഇളനീർ പുഡിങ് ഇട്ടിട്ടുണ്ട്. അത് ഗ്ലാസ് പുഡിംഗ് ആണ്, വെള്ളം വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ പൾപ്പെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ഒരു സൽക്കാരമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും, നമുക്ക് സ്റ്റാർ ആവാം. അത്രയും ടേസ്റ്റാണ് ഇതിന്. കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ട് ചെയ്യുന്ന ആ ലെയറിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ ഇളനീരിൻ്റെ വെള്ളമാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്യണത്. അത് 4 കപ്പോളം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇളനീരിൻ്റെ വെള്ളത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി വരുന്നവരെ നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. MPL എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് നമുക്ക് ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്പാണ്. മൊബൈൽ പ്രീമിയർ ലീഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ആളാണ്, നല്ല ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വിരാട് കോഹ്ലിയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇതുവഴി നമുക്ക് ഒരുപാട് ഗെയിംസ് കളിക്കാം. ഈ ക്യാരംസ്, ലുഡോ, റമ്മി, അങ്ങനത്തെ ഒരുപാട് ഗെയിംസ് നമുക്ക് ഇത് വെച്ചിട്ട് കളിക്കാൻ പറ്റും. എന്നിട്ട് കളിക്കാൻ മാത്രമല്ല, അതിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ അധിക പേരും ഈ മൊബൈൽ ഗെയിംസ് കളിക്കുന്നവരാവും. എൻ്റെ ഹസ്ബൻഡൊക്കെ ലുഡോൻ്റെ ആളാണ്. അപ്പോൾ നമുക്കത് കളിക്കുകയും ചെയ്യാം, പൈസ ഉണ്ടാക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കീമല്ലേ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗെയിംസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറേ ഗെയിംസ് നമുക്ക് അവൈലബിൾ ആണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മുടെ Paytm വാലറ്റിൽ നിന്ന് പൈസ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിംസ് എല്ലാം കളിക്കാൻ പോണത്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഈ ആപ്പ് തുറക്കുക. MPL തുറന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഗെയിം എടുത്ത് കളിക്കുക. ഇപ്പോൾ ഞാൻ ലുഡോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ ജയിച്ചിട്ട് ആ ഫസ്റ്റ് പ്രൈസ് ഉണ്ടല്ലോ, വിന്നർക്ക് കിട്ടുന്ന ആ പ്രൈസ് നമുക്ക് അപ്പം തന്നെ Paytm അല്ലെങ്കിൽ നമ്മുടെ UPI വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം 100% സേഫാണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പരന്ന ബൗൾ തന്നെ എടുക്കുക, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള സാധനം നേരിട്ട് ആ ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഈ ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഇത് നല്ലോണം ചൂടാറുന്നവരെ പുറത്ത് തന്നെ വെക്കുക. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇളനീരിൻ്റെ കുറച്ച് പൾപ്പ് വേണം. അത് നമ്മുടെ പുഡിങ് സെറ്റായി കഴിഞ്ഞാൽ അതിന് മേലെ ഒഴിക്കാനുള്ളൊരു മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 2 ഇളനീരിൻ്റെ പൾപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇളനീരിൻ്റെ പൾപ്പ് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 3/4 ടിന്നോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഇനി കുറച്ച് ഇളനീരിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇങ്ങനെ നല്ലൊരു തിക്ക് പേസ്റ്റ് പോലെയാണ് ഇത് കാണാനുണ്ടാവുക. നമ്മൾ ഇനിയും ഇളനീരിൻ്റെ വെള്ളമൊക്കെ ചേർത്തിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. ഇങ്ങനെയാണ് ഈ മിക്സിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. നല്ലോണം വെള്ളം പോലെ ആവാൻ പാടില്ല, കുറച്ചൊന്ന് കട്ടിക്കിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം കൊണ്ടാക്കിയിട്ടുള്ളത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ബൗളിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇളനീർ പൾപ്പിൻ്റെ മിക്സ് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിന് മേലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേൻ്റെ 3ാമത്തെ കോഡ് പറയാണ്, നമ്പർ 8 ആണ്, 8 സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കോഡും കൂടെ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മെയിൽ അയച്ചാൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇളനീർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ അറിയുന്നതാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇതിൽ നമുക്ക് ഇളനീരിൻ്റെ വെള്ളത്തിന് പകരം തേങ്ങാവെള്ളം യൂസ് ചെയ്യാൻ പറ്റും. ടേസ്റ്റ് വ്യത്യാസമൊന്നും അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇപ്പം നമുക്കൊരു പാർട്ടിയോ അല്ലെങ്കിൽ സൽക്കാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ആ ഇളനീരിൻ്റെ വെള്ളം സെറ്റാവുന്ന ടൈം മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് സ്പീഡിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഒരുമിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്